ലാ ലീഗയിലും ചാമ്പ്യൻസ് ലീഗിലും തിരിച്ചടി നേരിട്ട FC ബാഴ്സലോണ അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നിലവിലെ സ്ക്വാഡിലെ ചില താരങ്ങളെ ബാഴ്സലോണ ഒഴിവാക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. സൂപ്പർ സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കിയെ വിൽക്കാൻ കോച്ച് സാവി ഹെർണാണ്ടസ് ബാഴ്സലോണ മാനേജ്മെന്റിന് അനുമതി നൽകിയെന്ന് സ്പാനിഷ് മാധ്യമം സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. 2026 വരെയാണ് ലെവൻഡോസ്കിക്ക് ബാഴ്സലോണയുമായി കരാറുള്ളത്. എന്നാൽ പോളിഷ് സ്ട്രൈക്കറുടെ നല്ല കാലം പിന്നിട്ടുവെന്നാണ് സാവിയുടെ വിലയിരുത്തൽ. ഈ സീസണിൽ ലെവൻഡോസ്കിക്ക് പ്രതീക്ഷിച്ച മികവിലേക്ക് എത്താനായിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ലെവൻഡോസ്കിയെ വിറ്റ് പകരം സ്ട്രൈക്കറെ കണ്ടെത്താനാണ് സാവി ബാഴ്സ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൗദി ക്ലബ്ബുകൾ ഇതിനോടകം ലെവൻഡോസ്കിയെ സ്വന്തമാക്കാൻ രംഗത്തുണ്ട്. വാർഷിക പ്രതിഫലമായി $100 മില്യൺ നൽകാൻ സൗദി ക്ലബ്ബുകൾ തയ്യാറാണ്. ഇത്രയും ഉയർന്ന പ്രതിഫലം ലെവൻഡോസ്കി നിഷേധിക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന. ഇതേസമയം കരാർ പൂർത്തിയാവും വരെ ബാഴ്സയിൽ തുടരണമെന്നാണ് ലെവൻഡോസ്കി ആഗ്രഹിക്കുന്നതെന്ന് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത സീസണിൽ ആകെ മത്സരങ്ങളുടെ 55% 45 മിനിറ്റ് വീതം കളിച്ചാൽ ലെവൻഡോസ്കിയുടെ കരാർ ഒരു വർഷത്തേക്ക് കൂടി നീളുന്നതാണ് നിലവിലെ ബാഴ്സലോണയുമായുള്ള വ്യവസ്ഥ. ഈ സീസണിൽ 45 മത്സരങ്ങളിൽ കളിച്ച ലെവൻഡോസ്കി 24 ഗോളും 9 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്ത സീസണിൽ ഇതിനേക്കാൾ മികച്ച പ്രകടനം നടത്താനാവുമെന്നാണ് ലെവൻഡോസ്കി പ്രതീക്ഷിക്കുന്നത്. ലെവൻഡോസ്കിക്ക് പകരം അത്ലറ്റിക്കോ ബിൽബാവോയുടെ നിക്കോ വില്യംസ്, RB ലീപ്സിഗിന്റെ ഡാനി ഓൾമോ എന്നിവരെയാണ് ബാഴ്സലോണ നോട്ടമിട്ടിരിക്കുന്നത്. ലെവൻഡോസ്കിയെ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശമ്പള വ്യവസ്ഥയിൽ മാറ്റം വരുത്തണമെന്ന് ബാഴ്സലോണ ആവശ്യപ്പെടുമെന്നും സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ക്ലബ് പ്രസിഡന്റ് യുവാ ലപ്പോർട്ടയും സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ലെവൻഡോസ്കിയുമായി നേരിട്ട് ചർച്ച നടത്തും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.